നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 12-02 കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കൊല്ലവർഷം 12-02 തയ്യാറാക്കിയത് ജയറാണി EV. കന്നിരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന വർഷമാണ്. വ്യക്തിഗതമായ ധനാഗമവും വരുമാന വർധനവും ഉണ്ടാകുമെങ്കിലും വ്യാപാര ബിസിനസ് മേഖലകളിൽ വിചാരിച്ച വേഗത ലഭിക്കാതെ പ്രകടമായ മാന്ദ്യം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങളിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ കാലതാമസം നേരിടാം. വ്യക്തിപരമായ ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. അല്ലാത്തപക്ഷം അനാവശ്യ അപവാദങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇടയാക്കും. യുവതീ-യുവാക്കൾ പ്രണയം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ വികാരപരമായ എടുത്തുചാട്ടം പൂർണ്ണമായി ഒഴിവാക്കി മുതിർന്നവരുടെ അഭിപ്രായം കൂടി മാനിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 7-ലെ കണ്ടകശനിയും തുടർന്ന് 2027 ജൂൺ മുതൽ 8-ാം ഭാവത്തിലേക്ക് ശനി മാറുന്നതോടെ അഷ്ടമശനിയും ആരംഭിക്കുന്നതിനാൽ ആരോഗ്യപരമായും തൊഴിൽപരമായും കടുത്ത ജാഗ്രത അനിവാര്യമാണ്. അനാവശ്യ ധനസഹായങ്ങൾ ഒഴിവാക്കി കൃത്യമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ടു പോയാൽ വ്യാഴത്തിന്റെ 11-ാം ഭാവത്തിലെ അനുകൂല ഫലങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രതിസന്ധികളെ ലഘൂകരിക്കാൻ കന്നിരാശിക്കാർക്ക് സാധിക്കും. ഗ്രഹസ്ഥിതി വ്യാഴം തുടക്കത്തിൽ കർക്കടക രാശിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജന്മജാതകത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവർക്ക് 11-ലെ വ്യാഴം മികച്ച സാമ്പത്തിക നേട്ടങ്ങളും ബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങളും നൽകും. ചിങ്ങത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദേശകാര്യങ്ങൾക്കും ശുഭ ചെലവുകൾക്കും വഴിയൊരുങ്ങും. എന്നാൽ വ്യാഴത്തിന്റെ സ്ഥാനബലം കുറഞ്ഞവർ 12-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിത ധനനഷ്ടങ്ങളും ബിസിനസ്സിൽ മാന്ദ്യവും വരാതിരിക്കാൻ കർശനമായ ആസൂത്രണം നടത്തണം. ശനിവർഷത്തിന്റെ ആദ്യ പകുതിയിൽ മീനം രാശിയിൽ 7-ലെ കണ്ടകശനി തുടരുകയും 2027 ജൂണോടെ അഷ്ടമഭാവമായ മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണതകൾ അയയുമെങ്കിലും അഷ്ടമത്തിലേക്ക് ശനി ക്കുന്നതിനാൽ നിക്ഷേപങ്ങളിൽ അതീവ കരുതൽ വേണം. എന്നാൽ ശനി പ്രതികൂലമായി നിൽക്കുന്നവർക്ക് ആരോഗ്യപരമായ തളർച്ച, കാര്യതടസ്സം, കടുത്ത കാലതാമസം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ തികഞ്ഞ ക്ഷമയും ഉചിതമായ പരിഹാരങ്ങളും ആവശ്യമാണ്. രാഹുവും കേതുവും യഥാക്രമം 6-12 ഭാവങ്ങളിലും തുടർന്ന് 5-11 ഭാവങ്ങളിലേക്ക് മാറുന്നു. തുടക്കത്തിൽ രോഗശത്രു ദോഷങ്ങളെ അതിജീവിക്കുവാൻ കരുത്ത് ലഭിക്കുമെങ്കിലും അടുത്ത മാറ്റത്തോടെ യുവതീ-യുവാക്കൾ പ്രണയ വിവാഹ തീരുമാനങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പൊതുഫലങ്ങൾ: ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ കഠിന പരിശ്രമം ആവശ്യമായി വരും. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുന്നത് തൊഴിൽ സുരക്ഷിതത്വം നൽകും. വിപണിയിൽ പ്രകടമായ മാന്ദ്യം അനുഭവപ്പെടുവാൻ ഇടയുള്ളതിനാൽ പുതിയ വൻകിട നിക്ഷേപങ്ങൾ ഒഴിവാക്കുകയും നിലവിലെ വ്യാപാരം ജാഗ്രതയോടെ നിലനിർത്തുകയും വേണം. ഉദ്ദേശിച്ച കോഴ്സുകളിലും പ്രവേശന പരീക്ഷകളിലും ചെറിയ കാലതാമസങ്ങൾ നേരിടാമെങ്കിലും സ്ഥിരതയോടെയുള്ള പരിശ്രമം വിദ്യാർത്ഥികൾക്ക് വിജയം നൽകും. വ്യക്തിഗതമായ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുമെങ്കിലും 12-ലെ വ്യാഴവും അഷ്ടമശനിയും കാരണം അപ്രതീക്ഷിത ചെലവുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. വരവും ചെലവും കൃത്യമായി ബജറ്റ് ചെയ്തില്ല എങ്കിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യതയുള്ളതിനാൽ ധനവിയോഗത്തിൽ നിയന്ത്രണം പാലിക്കുക. പ്രണയത്തിലും ദാമ്പത്യത്തിലും വികാരപരമായ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കണം. യുവതീ-യുവാക്കൾ വിവാഹ പ്രണയ ബന്ധങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ളതിനാൽ പക്വതയോടെ ചിന്തിക്കുക. എതിർലിംഗത്തിൽപ്പെട്ടവരുമായുള്ള സൗഹൃദങ്ങളിലും ഇടപാടുകളിലും കൃത്യമായ അതിരുകൾ പാലിക്കുന്നത് കുടുംബസമാധാനവും സമൂഹത്തിൽ മാന്യതയും നിലനിർത്തുവാൻ സഹായിക്കും. അഷ്ടമശനിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ഉദരരോഗങ്ങൾ, ശാരീരിക ക്ഷീണം, അണുബാധകൾ എന്നിവയിൽ അതീവ ശ്രദ്ധയും കൃത്യമായ മുൻകരുതലുകളും ഉറപ്പാക്കുക. യാത്രാവേളകളിലും ഭൂമി വാഹന ഇടപാടുകളിലും രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കണം. അനാവശ്യ ധൃതി നഷ്ടങ്ങൾക്ക് വഴിവെക്കാം. മാസാടിസ്ഥാനത്തിലുള്ള ഫലങ്ങൾ: ചിങ്ങം ആശുപത്രി ആവശ്യങ്ങൾക്കും യാത്രകൾക്കുമായി പണച്ചെലവുകൾ വർദ്ധിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ബജറ്റ് സൂക്ഷിക്കുക. കന്നി വ്യക്തിപ്രഭാവം കൂടുമെങ്കിലും അനാവശ്യ കോപവും ഈഗോയും നിയന്ത്രിക്കണം. ആരോഗ്യത്തിൽ കരുതൽ വേണം. തുലാം പണമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക. കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. വൃശ്ചികം മനസ്സിന് ആത്മധൈര്യം നൽകും. മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കുവാനും നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. ധനു കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മാതാവിന്റെ ആരോഗ്യത്തിലും വീട്, വാഹനം എന്നിവയിലും ശ്രദ്ധ നൽകുക. മകരം പ്രണയ വിവാഹ കാര്യങ്ങളിൽ എടുത്തുചാട്ടം ഒഴിവാക്കണം. വിവേകപൂർവമായ തീരുമാനങ്ങൾ വഴിതടസ്സങ്ങൾ മാറ്റും. കുംഭം രോഗങ്ങളെയും എതിർപ്പുകളെയും പ്രതിരോധിക്കാൻ ശക്തി ലഭിക്കും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. മീനം എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായുള്ള ഇടപാടുകളിൽ അതിരുകൾ പാലിക്കുക. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾ ഗുണം ചെയ്യും. മേടം ഔദ്യോഗിക രേഖകളിലും ബാങ്ക് ഇടപാടുകളിലും അതീവ ജാഗ്രത വേണം. യാത്രകളിൽ മുൻകരുതലുകൾ എടുക്കുക. ഇടവം മുതിർന്നവരുടെ പിന്തുണ ലഭിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങളിലെ കാലതാമസം കുറയാനും ആത്മീയ യാത്രകൾക്കും വഴിയൊരുങ്ങും. മിഥുനം ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും. വ്യാപാര രംഗത്തെ മാന്ദ്യത്തിന് അയവുണ്ടാകും. കർക്കിടകം സാമ്പത്തികമായി മെച്ചപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കും. തടസ്സപ്പെട്ട പണം തിരികെ കിട്ടാൻ വഴിയൊരുങ്ങും.
പ്രത്യേക ഗ്രഹമാറ്റങ്ങൾ, മേടവിഷു സംക്രമഫലം, ഔദ്യോഗിക രേഖകളിലും നികുതി ബാങ്ക് ഇടപാടുകളിലും അതീവ ജാഗ്രത ആവശ്യപ്പെടുന്നു. ആരോഗ്യകാര്യങ്ങളിലും യാത്രാവേളകളിലും അശ്രദ്ധ ഒഴിവാക്കുക. വ്യാഴമാറ്റം തുടക്കം മുതൽ 2026 ഒക്ടോബർ 31 വരെ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക സ്രോതസ്സുകൾ മെച്ചപ്പെടുകയും മുൻകാല ബാധ്യതകൾ കുറയ്ക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാഴമാറ്റം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി വരെ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാകുമെങ്കിലും ബിസിനസ്സിലെ മാന്ദ്യം കാരണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. വ്യാഴത്തിന്റെ വക്രസഞ്ചാരം 2027 ജനുവരി മുതൽ 2027 ജൂൺ 26 വരെ കർക്കിടകത്തിലേക്ക് തിരികെ നിൽക്കുന്നതിനാൽ തടസ്സപ്പെട്ട ധനം തിരിച്ചു കിട്ടാനും മുടങ്ങിയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും സാധിക്കും. വ്യാഴം നേർഗതിയിൽ 2027 ജൂൺ 26 മുതൽ 2027 നവംബർ 26 വരെ വീണ്ടും ചിങ്ങത്തിൽ സ്ഥിരപ്പെടുന്നതോടെ ധനകാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം ആവശ്യമായി വരും. രാഹു കേതു പ്രഭാവം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എതിർപ്പുകളെ മറികടക്കാൻ കരുത്ത് നൽകുമ്പോൾ അടുത്ത മാറ്റത്തോടെ പ്രണയവിവാഹ കാര്യങ്ങളിൽ എടുത്തുചാട്ടം ഒഴിവാക്കി അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശനി സഞ്ചാരവും അഷ്ടമ ശനി ആരംഭവും 2027 ജൂൺ വരെ മീനം രാശിയിൽ തുടരുന്നതിനാൽ പങ്കാളിത്ത ഇടപാടുകളിൽ സുതാര്യത വേണം. തുടർന്ന് മേടത്തിലേക്ക് കടക്കുന്നതോടെ അഷ്ടമ ശനി ആരംഭിക്കുന്നതിനാൽ ആരോഗ്യത്തിലും ദിനചര്യകളിലും കടുത്ത ശ്രദ്ധ പാലിക്കണം. സൂര്യന്റെ നീചസ്ഥിതി തുലാമാസത്തിൽ കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുകയും പണം ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം. ശനി മൗഢ്യം മീനത്തിൽ ശനിക്ക് മൗഢ്യം വരുന്ന ഘട്ടങ്ങളിൽ പങ്കാളിത്ത കരാറുകളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ശ്രദ്ധിക്കേണ്ടവ വ്യക്തിപരമായ സൗഹൃദങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ വ്യക്തമായ അതിരുകൾ പാലിക്കുക. അനാവശ്യ അപവാദങ്ങൾ ഒഴിവാക്കുക. യുവതി യുവാക്കൾ പ്രണയം വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിൽ തികഞ്ഞ വിവേകം പുലർത്തുകയും മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ബിസിനസ്സിലെ മാന്ദ്യം മുൻകൂട്ടി കണ്ട പുതിയ വൻകിട നിക്ഷേപങ്ങൾ ഒഴിവാക്കുകയും ബാധ്യതകൾ കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അഷ്ടമശനി ആരംഭിക്കുന്നതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ചിട്ട പാലിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ തേടുകയും ചെയ്യുക. കൊല്ലവർഷം 1202 കന്നിരാശിക്കാർക്ക് വിവേകവും മുൻകരുതലുകളും മുഖ്യമാക്കേണ്ട വർഷമാണ്. വ്യക്തിഗത വരുമാനത്തിലെ ഉയർച്ച സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി വിനിയോഗിക്കുന്നതിനൊപ്പം ബിസിനസ്സിലെ മാന്ദ്യത്തെയും അഷ്ടമശനിയുടെ വെല്ലുവിളികളെയും ശാന്തതയോടെയും ഉചിതമായ ഗ്രഹദോഷ പരിഹാരങ്ങളോടും കൂടി നേരിട്ടാൽ വെല്ലുവിളികളെ മറികടന്ന് സുരക്ഷിതമായി മുന്നേറാൻ കന്നിരാശിക്കാർക്ക് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.